സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി. SC/ST വിഭാഗങ്ങളെ അപമാനിക്കുന്നതാണ് പരാമർശമെന്ന് ചൂണ്ടിക്കാട്ടി സാമൂഹ്യ പ്രവർത്തകൻ ദിനു വെയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത്. അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചലച്ചിത്ര പ്രവർത്തകർ ഇന്ന് രംഗത്തെത്തി. ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുകയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് പരാതിക്കാരനായി ദിനു വെയിലിന്റെ പ്രതികരണം. അഴിമതി നടത്തിയെങ്കിൽ തെളിവ് കൊണ്ടുവരണം എന്നാണ് ആവശ്യം. ഇവിടെ കേവലം പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞതിനെയല്ല ഞാൻ പ്രശ്നവൽക്കരിച്ചിട്ടുള്ളത്. മറിച്ച് SC/ST ഉള്ള ഒരു വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ അതുവഴി അഴിമതി ഉണ്ടാക്കാൻ ഒരു വഴിയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവ് അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പരാമർശത്തിൽ സിനിമാ മേഖലയിൽ ഭിന്നാഭിപ്രായമാണ്. പരാമർശത്തെ എതിർത്തും അനുകൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. സ്വാഭാവികമായിട്ട് അടൂർ സാർ മാത്രമല്ല, മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാന ചെയറിലിരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് സ്ത്രീകളും ദളിതരും കുറച്ച് താഴെയാണ് എന്നാണ്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. എല്ലാം അതിനുള്ള മറുപടി മന്ത്രി തക്കതായ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. സാറ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് സാറ് തെറ്റിദ്ധരിച്ചിട്ടാണോ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണമായിരുന്നുവെന്ന് KSFDC ഫണ്ട് ഉപയോഗിച്ച് സിനിമ സംവിധാനം ചെയ്ത ശ്രുതി ശരണ്യം പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം മുഴുവനായി കേൾക്കണം എന്നാണ് അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം. അടൂർ സാറ് നടത്തിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ സംഗതി നമ്മൾ മുഴുവൻ കേൾക്കണമായിരുന്നു. നമുക്ക് ആദ്യത്തെ പ്രസ്താവനയിൽ നമുക്കൊരു ഇത് തോന്നി. പക്ഷെ സാറ് പറഞ്ഞ മുഴുവൻ കണ്ടന്റിലെ കാര്യം വിശദീകരിക്കപ്പെട്ടു. അങ്ങനെ അധിക്ഷേപിച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ സാറ് പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. പ്രായോഗിക പരിശീലനം എല്ലാവർക്കും കിട്ടണം. ആ പ്രായോഗിക പരിശീലനം കിട്ടിയാൽ മാത്രമേ ഒരു നല്ല സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കാൻ പണം വെറുതെ കൊടുക്കരുതെന്നും ഈ വിഭാഗങ്ങളിൽ നിന്ന് സിനിമയെടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണം എന്നുമായിരുന്നു സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. 24 തിരുവനന്തപുരം.